ഉത്തരാഖണ്ഡിൽ രുദ്രപ്രയാഗിൽ ബസ് നദിയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു. 10 പേരെ കാണാതായി എന്നാണ് വിവരം. ബദ്രിനാഥിലേക്ക് പോകുന്ന ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. 20 ആളുകൾ ബസ്സിലുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, നേരത്തെയും 2 പേരുടെ മരണവും 10 പേരെ കാണാതായിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ മറ്റൊരു അപകടം കൂടി. എങ്ങനെയാണ് മരണസംഖ്യ? ഒപ്പം ഈ ഉത്തരാഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴക്കെടുതി ഇപ്പോഴും തുടരുകയാണോ? അതിശക്തമായ മഴയാണോ ഇപ്പോഴും? ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രക്ഷാദൗത്യമൊക്കെ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഗുജറാത്ത് അതുപോലെ രാജസ്ഥാനിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സംഘം ചാർധാം യാത്രയുമായി ബന്ധപ്പെട്ടവർ ബദ്രിനാഥിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ കുന്നു കയറിക്കൊണ്ടിരുന്ന ബസ്സാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട് അളകനന്ദ നദിയിലേക്ക് പതിക്കുന്നത്. അത് കുറച്ച് താഴ്ചയിലേക്ക് പതിച്ചു. മാത്രമല്ല, ബസ് പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയിരുന്നു. 31 സീറ്റർ ബസ്സായിരുന്നു. അതിലാണ് 20 പേരുണ്ടായിരുന്നത്. 2 പേരുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 10 പേരെ കണ്ടെത്താനുണ്ട്. 8 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ ആക്കിയിട്ടുമുണ്ട്. ഈ ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് ഈ നദിയിലേക്ക് വീഴുന്ന സമയത്ത് ബസ്സിൽ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടവരാണ് ഈ 8 പേരുള്ളത്. അവരെ ആശുപത്രിയിൽ ആക്കി എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കുന്ന് കയറുന്നതിനിടെ ഡ്രൈവർക്ക് നിയന്ത്രണം പോയതാണ് അത് നിലവിൽ പ്രാഥമിക നിഗമനം. അതാണ് ഈ ബസ്സിൽ അപകടത്തിൽപ്പെടാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ബസിന്റെ ബ്രേക്ക് അടക്കം നഷ്ടമായോ എന്നുള്ള കാര്യത്തിൽ ഈ ബസിന്റെ അവശിഷ്ടങ്ങളടക്കം വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ അതിലൊരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ കൂടുതൽ കണ്ടെത്തലിനോ ഒരു നിലവിൽ സാധ്യതയുള്ളൂ. ബസ് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. മാത്രമല്ല, 10 പേർക്ക് വേണ്ടി ഇപ്പോഴും അവിടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അതുപോലെ പോലീസും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ആളുകളാണ്, സ്വദേശികളാണ്. അവർ ഈ ബദ്രിനാഥിലേക്ക് പോവുകയായിരുന്നു. മറ്റിടങ്ങളെല്ലാം സന്ദർശിച്ച് ചാർധാം യാത്രയുടെ ഭാഗമായിട്ടുള്ള തീർത്ഥാടന യാത്രയിൽ തന്നെയായിരുന്നു. അതിനിടയിലാണ് മഴയോ മറ്റു പ്രശ്നങ്ങളോ ഈ യാത്രയിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് കുന്നു കയറുന്നതിനിടെ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ പോലീസുകാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം.